chaotic. This is the need of the hour. All of them need to fight being out, all of them in the hope of finding more survivors there rather than more dead bodies there. That's the kind of hope that they are working towards and trying. ഏറ്റവും വലിയ വിവരം ആളുകളെ പരമാവധി സെക്ടറിലേക്ക് എത്തിച്ചു. അതായത് വന്നു നിന്ന ആളുകളെ ചെറിയൊരു കുടുംബത്തേ ഉള്ളൂ. തുടർച്ചയായ സമയങ്ങളിൽ തന്നെ അവിടേക്ക് കൊണ്ടുവന്നിരുന്നു. അത് തീർച്ചയായും ആകെയുള്ള മരണക്കണക്ക് വീണ്ടും ഉയരാനുള്ള സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ കുറേക്കൂടി ശക്തമായ ഒഴുക്കാണ് പുഴയിൽ ഉണ്ടായിരിക്കുന്നത്. മഴ കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ പുഴയിൽ ശക്തമായ ഒഴുക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ കൂടുതൽ ആളുകൾ ഈ ഒരു ഘട്ടത്തിൽ വരികയില്ല. പരമാവധി അവിടെയുള്ള ആളുകളെ താഴത്തേക്ക് എത്തിക്കുകയാണ് ഈ രക്ഷാദൗത്യ സംഘം ചെയ്യുന്നത്. അതുപോലെ നേരത്തെ കണ്ടെടുത്ത മൃതദേഹങ്ങളിൽ മുകളിൽ വെച്ചതെല്ലാം മൃതദേഹങ്ങൾ താഴേക്ക് കൊണ്ടുവരാനായി കണ്ട പുഞ്ചിരിമട്ടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പുഞ്ചിരിമട്ടത്തിന് മുകളിലാണ് പൊക്കിയത്. 12:45 കൂടി വലിയ ശബ്ദം കേട്ടു. പിന്നാലെ 2 മണിക്ക് ശബ്ദം കേട്ടു. തുടർച്ചയായ ശബ്ദങ്ങൾ മല പൊക്കി അടങ്ങുന്നതിൻ്റെ ശബ്ദങ്ങളെല്ലാം കേട്ടു എന്നാണ് അവർ പറഞ്ഞത്. ആ ഭാഗത്തു നിന്നുള്ള ആളുകളെയാണ് പരമാവധി ഇപ്പോൾ പുറത്തെത്തിക്കാനായി കഴിഞ്ഞിട്ടുള്ളത്. പുതിയ പാലം താൽക്കാലികമായി ഉണ്ടാക്കിയ പാലത്തിലൂടെയാണ് കൂടുതൽ ആളുകളെ കൊണ്ടുവന്നത്. റോപ്പിലൂടെ പ്രധാനമായും ചില പ്രായമായ ആളുകളെ, നടക്കാൻ കഴിയാത്ത ആളുകളെ, സ്ത്രീകളിലെ ചില ആളുകൾ, ഒപ്പം തന്നെ കൂടുതലും കൊണ്ടുവന്നത് മൃതദേഹങ്ങളാണ്. ഇപ്പോൾ അവിടെ ഒരു മൃതദേഹം കൂടി കൊണ്ടുവരാനായുള്ള ശ്രമമാണോ നടക്കുന്നതെന്ന് അറിയേണ്ടിയിരിക്കുന്നു. ചില